ജനുവരി 26 റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയിൽ ചോദിക്കാവുന്ന മുഴുവൻ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവൻ. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വച്ചാണ്? വിജയ് ചൗക്ക്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് വിജയ് ചൗക്കിൽ വെച്ചാണ്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആരാണ്? എം.എൻ. റോയ്. എം.എൻ. റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകനാര്? ഡോക്ടർ പൽപു. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപു. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ആമുഖം. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ട നമ്മുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാദ്. പ്രേം ബിഹാരി റൈസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്?
ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത്? സംസ്കൃതം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ്? മലേഷ്യ. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യയാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നതാര്? ഉത്തം സിംഗ്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? 21 ഗൺ സല്യൂട്ടുകൾ, 21. വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാരേ ജഹാൻ സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്ത വർഷം? 1972, 1972. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹം. കടുവ ദേശീയ മൃഗമായി വരുന്നതിന് മുൻപ് സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം? 1963, 1963. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? താമര. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ ഫലം മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം? 2009. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏത്? ആന. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദി. ഒരിക്കൽ കൂടി: ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ ഫലം മാങ്ങ, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദി. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? 395, 395. റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ്? ധീരതാ പുരസ്കാരം. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഹിന്ദി. ഈ ചോദ്യം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ്? അശോക സ്തംഭം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? A.O. ഹ്യൂം. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി
രാഷ്ട്രപതിയായാൽ ഞാൻ അവളുടെ സേവകനായിരിക്കും. ഇത് ആരുടെ വാക്കുകൾ? മഹാത്മാഗാന്ധിയുടെ. ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. സർക്കാരിൻ്റെ തലവൻ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിൽ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവനാണെന്നും അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു. ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് സർ എഡ്വിൻ ലുട്യൻസ്. സർ എഡ്വിൻ ലുട്യൻസ് ആണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത്. ചുവപ്പുകോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചതാര്? ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തിയാണ് ചുവപ്പുകോട്ട അല്ലെങ്കിൽ ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഇന്ത്യയുടെ 13ാമത്തെ പ്രസിഡന്റ് പ്രണവ് മുഖർജി. ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന ഗവർണർമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ, UPSC ചെയർമാൻ, സൈനിക മേധാവികൾ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവരെയെല്ലാം നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേര് രാംനാഥ് കോവിന്ദ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ജോർജ് നാലാമൻ. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര്? രാഷ്ട്രപതി. 68ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിലെ ഇന്ത്യയുടെ പ്രധാന അതിഥി ആര്? മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോകസ്തംഭം? അശോക ചക്രവർത്തിയുടെ കാലത്ത്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? N.A. പാൽക്കിവാല. N.A. പാൽക്കിവാലയാണ് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര്? സരളാദേവി ചതുറാണി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര്? സരളാദേവി ചതുറാണി. ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര്? ക്യാപ്റ്റൻ റാംസിംഗ് താക്കൂർ. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത്? 1946 ക്യാബിനറ്റ് മിഷൻ. ജനങ്ങൾ ജാഗരൂകരാകണം, സ്ത്രീകൾ പ്രബുദ്ധരാകണം,
സ്ത്രീകൾ പ്രയാണം ആരംഭിച്ചാൽ കുടുംബവും ഗ്രാമവും ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു. അടുത്ത നോക്കൂ. സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ നിയമദിനം. ഭരണഘടനാ കരട് രൂപീകരണ സമിതിയുടെ അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. തുടർ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.